1865 ഏപ്രിൽ 15 രാവിലെ വിൽക്സ് ബൂത്ത് എബ്രഹാം ലിങ്കനെ വെടിവെച്ചപ്പോൾ ജോൺ ഫോർഡ്സ് തിയേറ്ററിന് നേരെ എതിർവശത്തുള്ള ഒരു വില കുറഞ്ഞ താമസ സ്ഥലത്തിന്റെ ഹാളിലെ കിടപ്പുമുറിയിലാണ് വെടിയേറ്റ ലിങ്കൺ മരിച്ചു കിടന്നിരുന്നത്. ലിങ്കന്റെ ശരീരം അദ്ദേഹത്തിന്റെ വളരെ ചെറുതായ കട്ടിലിന് കുറുകെ വിവർണമായി കിടന്നു. റോസ ബോൺഹ്യൂറിന്റെ പ്രശസ്ത ചിത്രമായ ദ ഹോഴ്സ് ഫെയറിന്റെ കോപ്പി കട്ടിലിന് മുകളിൽ തൂങ്ങിക്കിടന്നു. ഒരു മോശം ഗ്യാസ് ജെറ്റ് മഞ്ഞ വെളിച്ചത്തിൽ മിന്നിമറഞ്ഞു. ലിങ്കൺ മരണാസന്നനായി കിടക്കുമ്പോൾ യുദ്ധ സെക്രട്ടറി സ്റ്റാൻഡൻ പറഞ്ഞു, "ആ കിടക്കുന്നതാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തികഞ്ഞ ഭരണാധികാരി." ആളുകളുമായി ഇടപഴകുന്നതിൽ ലിങ്കൺ നേടിയ വിജയത്തിന്റെ രഹസ്യം എന്തായിരുന്നിരിക്കാം? എബ്രഹാം ലിങ്കണിന്റെ കൂടെയുള്ള 10 വർഷക്കാലം ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതം പഠിച്ചു. അതിൽ 3 വർഷവും നീക്കിവെച്ചത് ലിങ്കൺ ദ അൺനോൺ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതുന്നതിനും പുനരാലേഖനം ചെയ്യുന്നതിനുമായിരുന്നു. ലിങ്കന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും ഏതൊരു മനുഷ്യനും ചെയ്യാൻ കഴിയുന്നത്ര വിശദമായും സമഗ്രമായും ഒരു പഠനം നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആളുകളുമായി ഇടപഴകുന്ന ലിങ്കന്റെ രീതിയെക്കുറിച്ച് ഞാനൊരു പ്രത്യേക പഠനം നടത്തി. അദ്ദേഹം വിമർശനങ്ങളിൽ മുഴുകിയിട്ടുണ്ടോ? ഓ അതെ. ഇന്ത്യാനയിലെ പീജൻ ക്രീക്ക് താഴ്വരയിലെ ഒരു യുവാവായിരിക്കുമ്പോൾ അദ്ദേഹം വിമർശിക്കുക മാത്രമല്ല, ആളുകളെ പരിഹസിച്ചുകൊണ്ട് കത്തുകളും കവിതകളും എഴുതുകയും ഈ കത്തുകൾ അവർ കാണുമെന്നുറപ്പുള്ള രാജപാതകളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ കത്തുകളിലൊന്ന് ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ പിന്തുടരുന്ന നീരസങ്ങളുണ്ടാക്കി. ഇല്ലിനോയിലെ സ്പ്രിംഗ്ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലായി ലിങ്കൺ മാറിയതിനു ശേഷവും അദ്ദേഹം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച കത്തുകളിൽ തന്റെ എതിരാളികളെ പരസ്യമായി ആക്രമിച്ചിരുന്നു. ഒരിക്കൽ മാത്രമായിരുന്നില്ല, ലിങ്കൺ പലപ്പോഴും ഇത് ചെയ്തു. 1842 ശരത്കാലത്താണ് അദ്ദേഹം ജെയിംസ് ഷീൽഡ്സ് എന്ന രാഷ്ട്രീയക്കാരനെ പരിഹസിച്ചത്. സ്പ്രിംഗ്ഫീൽഡ് ജേർണലിൽ പ്രസിദ്ധീകരിച്ചൊരു അജ്ഞാത കത്തിലൂടെയാണ് ലിങ്കൺ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയത്. വായിച്ചവരെല്ലാം ചിരിയിൽ മുഴുകി. എന്നാൽ ഇത് വായിച്ച ഷീൽഡ്സ് അഭിമാനക്ഷതം കൊണ്ടും രോഷം കൊണ്ടും തിളച്ചു. ആരാണ് ആ കത്ത് എഴുതിയതെന്ന് അദ്ദേഹം കണ്ടെത്തിയ ഉടൻ തന്റെ കുതിരപ്പുറത്ത് കയറി ലിങ്കന്റെ അടുത്തെത്തുകയും യുദ്ധം ചെയ്യാൻ ലിങ്കനെ വെല്ലുവിളിക്കുകയും ചെയ്തു. എന്നാൽ ലിങ്കൺ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം ദ്വന്ദ്വയുദ്ധത്തെ എതിർത്തിരുന്നു. പക്ഷെ തന്റെ ബഹുമാനം സംരക്ഷിക്കാതിരിക്കാൻ അദ്ദേഹത്തിനായില്ല. ആയുധങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് നൽകപ്പെട്ടു. അദ്ദേഹത്തിന് വളരെ നീളമുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം കുതിരപ്പടയുടെ ബ്രോഡ്സ്വേഡുകൾ തിരഞ്ഞെടുക്കുകയും വെസ്റ്റ് പോയിന്റ് ബിരുദധാരിയിൽ നിന്ന് വാൾ യുദ്ധത്തിൽ പാഠങ്ങൾ പഠിക്കുകയും ചെയ്തു. നിശ്ചിത ദിവസത്തിനു ശേഷം അവർ മിസിസിപ്പി നദിയിലെ ഒരു മണൽത്തിട്ടയിൽ ദ്വന്ദ്വയുദ്ധത്തിനായി കണ്ടുമുട്ടി. മരണം വരെ പോരാടാനായിരുന്നു തീരുമാനം. പക്ഷെ അവസാന നിമിഷം ദ്വന്ദ്വയുദ്ധം ചെയ്യുന്നതിനുള്ള തീരുമാനം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അതായിരുന്നു ലിങ്കന്റെ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യ സംഭവം. ഈ സംഭവം ആളുകളുമായി എങ്ങനെ ഇടപഴകണം എന്ന അമൂല്യമായ പാഠം ലിങ്കനെ പഠിപ്പിച്ചു. പിന്നീട് ഒരിക്കലും ആരെയും അപമാനിക്കുന്ന കത്ത് അദ്ദേഹം എഴുതിയിട്ടില്ല. പിന്നീട് ഒരിക്കലും അദ്ദേഹം ആരെയും പരിഹസിച്ചില്ല. അന്നു മുതൽ ആരെയും ഒന്നിനും വിമർശിച്ചിട്ടുമില്ല. കാലാകാലങ്ങളിൽ ആഭ്യന്തര യുദ്ധ സമയത്ത് ലിങ്കൺ ഒരു പുതിയ ജനറലിനെ പോട്ടമാക് ആർമിയുടെ തലവനായി നിയമിച്ചിരുന്നു. കാരണം മക്ലൻ, പോപ്പ്, ബേൺസൈഡ്, ഹുക്കർ, മീഡ് എന്നിവർ മണ്ടത്തരങ്ങൾ വരുത്തുകയും ലിങ്കനാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് വരികയും ചെയ്തു. ഈ കഴിവുകെട്ട ജനറലുകളെ നിയമിച്ചതിൽ വലിയൊരു വിഭാഗം പൗരന്മാർക്കും എതിർപ്പായിരുന്നു. എന്നാൽ ലിങ്കൺ ആരോടും ദ്രോഹമില്ലാതെ എല്ലാവർക്കുമായി ദാനധർമ്മം ചെയ്തുകൊണ്ട് സമാധാനം പാലിച്ചു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉദ്ധരണികളിലൊന്ന്, "നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്" എന്നായിരുന്നു. മിസസ് ലിങ്കണും മറ്റുള്ളവരും തെക്കൻ ജനതയെക്കുറിച്ച് പരുഷമായി സംസാരിച്ചപ്പോ ലിങ്കൺ മറുപടി പറഞ്ഞു, "അവരെ വിമർശിക്കരുത്. സമാനമായ സാഹചര്യങ്ങളിലായിരുന്നുവെങ്കിൽ നമ്മളും അങ്ങനെയാവുമായിരുന്നു. എന്നാലും ആർക്കെങ്കിലും വിമർശിക്കാൻ അവസരമുണ്ടെങ്കിൽ തീർച്ചയായും അത് ലിങ്കണായിരുന്നു." നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഗെറ്റിസ്ബർഗ് യുദ്ധം നടന്നത് 1863 ജൂലൈയിലെ ആദ്യ 3 ദിവസങ്ങളിലാണ്. ജൂലൈ 4 രാത്രിയിൽ കൊടുങ്കാറ്റും മഴയും രാജ്യത്ത് മുക്കിയപ്പോൾ ലീ തെക്കോട്ട് പിൻവാങ്ങാൻ തുടങ്ങി.
പരാജയപ്പെട്ട സൈന്യവുമായി ലീ പോട്ടോമാക്കിലെത്തിയപ്പോൾ തന്റെ മുന്നിൽ കടന്നു പോകാൻ കഴിയാത്ത വലിയൊരു നദിയും പിന്നിലായി തന്നെ തുരത്തുന്ന ഒരു യൂണിയൻ ആർമിയും ഉണ്ടായിരുന്നു. ലീ ഒരു കെണിയിലകപ്പെട്ടതായി മനസ്സിലാക്കി. അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇതൊരു സുവർണ അവസരമായി ലിങ്കൺ കണ്ടു. ലീയുടെ സൈന്യത്തെ പിടിച്ചെടുക്കാനും യുദ്ധം ഉടൻ അവസാനിപ്പിക്കുവാനുമുള്ള അവസരം. അതിനാൽ വലിയ പ്രതീക്ഷയോടെ ഒരു കൗൺസിൽ ഓഫ് വാർ വിളിക്കരുതെന്നും എന്നാൽ ലീയെ ഉടൻ ആക്രമിക്കണമെന്നും ലിങ്കൺ മീഡിനോട് ആവശ്യപ്പെട്ടു. ലിങ്കൺ തന്റെ ഉത്തരവുകൾ ടെലിഗ്രാഫ് ചെയ്യുകയും ഉടൻ നടപടി ആവശ്യപ്പെട്ട് മീഡിന്റെ അടുത്തേക്ക് ഒരു പ്രത്യേക ദൂതനെ അയക്കുകയും ചെയ്തു. ജനറൽ മീഡ് എന്താണ് ചെയ്തത്? ചെയ്യാൻ പറഞ്ഞതിന് വിപരീതമാണ് അദ്ദേഹം ചെയ്തത്. ലിങ്കന്റെ ഉത്തരവുകൾ നേരിട്ട് ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കൗൺസിൽ ഓഫ് വാർ വിളിച്ചു. കൂടാതെ ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ട് ലിങ്കണിന് അദ്ദേഹം ടെലിഗ്രാഫ് ചെയ്തു. ലീയെ ആക്രമിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഒടുവിൽ നദിയിൽ വെള്ളം താണപ്പോ ലീ തന്റെ സൈന്യവുമായി പോട്ടോമാക് മലനിരയുടെ മുകളിലൂടെ രക്ഷപ്പെട്ടു. ലിങ്കൺ രോഷാകുലനായി. ഇതിന്റെ അർത്ഥമെന്താണ്? ലിങ്കൺ മകൻ റോബർട്ടിനോട് ചോദിച്ചു. എന്റെ ദൈവമേ, ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവർ ഞങ്ങളുടെ നിയന്ത്രണത്തിനുള്ളിൽ തന്നെയുണ്ടായിരുന്നു. പിടികൂടാൻ ഞങ്ങൾ മനസ്സ് വെക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഞങ്ങളുടെ മുന്നിൽ കീഴടങ്ങേണ്ടവരായിരുന്നു. എന്നിട്ടും എനിക്ക് നിയന്ത്രണമുണ്ടായിരുന്ന സൈന്യത്തെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ മിക്കവാറും ഏത് ജനറൽമാർക്കും ലീയെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തന്നെ അവനെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു. കടുത്ത നിരാശയോടെ ലിങ്കൺ മീഡിന് ഈ കത്തെഴുതി. ഓർക്കുക, തന്റെ ജീവിതത്തിന്റെ ഈ കാലഘട്ടം അത്രയും അങ്ങേയറ്റം യാഥാസ്ഥിതികനും സംസാരത്തിൽ സംയമനം പാലിക്കുന്നവനുമായിരുന്നു ലിങ്കൺ. അതിനാൽ ഈ കത്ത് 1863 ലിങ്കണിൽ നിന്ന് വന്ന കടുത്ത ശാസനയ്ക്ക് തുല്യമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ജനറൽ, ലീയുമായുള്ള യുദ്ധപരാജയത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനെ നമുക്ക് എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുമായിരുന്നു. അവനെ പിടിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഇവിടെ അവസാനിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോ യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോവേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ലീയെ സുരക്ഷിതമായി ആക്രമിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നദിയുടെ തെക്ക് ഭാഗത്ത് നിങ്ങൾക്കിതെങ്ങനെ ചെയ്യാൻ കഴിയും? വളരെ കുറച്ചു മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയൂ. അന്ന് നിങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സൈനിക ശക്തിയുടെ 2/3 ഭാഗത്തിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലല്ലോ. ഇനി വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് യുക്തിക്ക് യോജിച്ചതല്ല. നിങ്ങൾക്കിപ്പോൾ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ സുവർണാവസരം ഇല്ലാതായി. അത് കാരണം ഞാൻ വളരെയധികം വിഷമത്തിലാണ്. കത്ത് വായിച്ചപ്പോ മീഡ് എന്താണ് കരുതിയിട്ടുണ്ടാവുക? മീഡ് ആ കത്ത് ഒരിക്കലും കണ്ടിട്ടില്ല. ലിങ്കൺ അത് മെയിൽ ചെയ്യാത്തതാണ് കാരണം. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പേപ്പറുകൾക്കിടയിൽ നിന്ന് ഇത് കണ്ടെത്തുകയായിരുന്നു. ആ കത്തെഴുതിയതിനു ശേഷം ലിങ്കൺ ജനലിലൂടെ നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു, നിൽക്ക്, ഒരുപക്ഷെ ഞാൻ ഇത്ര തിടുക്കം കാണിക്കേണ്ടതില്ല. വൈറ്റ് ഹൗസിന്റെ ശാന്തതയിൽ ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്യാൻ എനിക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ ഞാൻ ഗെറ്റിസ്ബർഗിൽ ഉണ്ടായിരുന്നെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയിൽ മീഡ് കണ്ട അത്രയും രക്തം ഞാൻ കണ്ടിരുന്നെങ്കിൽ, മുറിവേറ്റവരുടെയും മരിക്കുന്നവരുടെയും നിലവിളികളും കരച്ചിലുകളും എന്റെ ചെവി തുളച്ചിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഞാനും ആക്രമിക്കാൻ വ്യഗ്രത കാണിക്കില്ലായിരിക്കാം. മീഡിന്റെ ഭീരുവായ സ്വഭാവം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ ചെയ്തത് ഞാനും ചെയ്യുമായിരുന്നു. എന്തായാലും പാലത്തിനടിയിൽ ഇപ്പോൾ വെള്ളമാണ്. ഞാൻ ഈ കത്തയച്ച അതെന്റെ വികാരങ്ങൾക്ക് ആശ്വാസം നൽകും. പക്ഷെ അത് സ്വയം ന്യായീകരിക്കാൻ മീഡിനെ പ്രേരിപ്പിക്കും. അവൻ എന്നെ കുറ്റം പറയേണ്ട സാഹചര്യമുണ്ടാവും. അത് നമ്മുടെ വികാരങ്ങൾ ഉണർത്തുകയും ഒരു കമാൻഡർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ എല്ലാ സേവനങ്ങളും നിലയ്ക്കുകയും ഒരുപക്ഷെ സൈന്യത്തിൽ നിന്ന് രാജിവെക്കാൻ അയാൾ നിർബന്ധിതനാവുകയും ചെയ്യും. അതിനാൽ ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ ലിങ്കൺ കത്ത് മാറ്റിവെച്ചു. കാരണം കൈപ്പേറിയ വിമർശനങ്ങൾ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞതാണ്. തിയോഡോർ റൂസ്വെൽറ്റ് ഒരിക്കൽ പറഞ്ഞു, പ്രസിഡന്റ് എന്ന നിലയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ വൈറ്റ് ഹൗസിലെ തന്റെ മേശയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ലിങ്കണിന്റെ ഒരു വലിയ പെയിന്റിങ്ങിലേക്ക് തല ഉയർത്തി നോക്കി ഇങ്ങനെ ചോദിക്കും, ലിങ്കൺ ആണെങ്കിൽ ഇവിടെ എന്തു ചെയ്യും? അദ്ദേഹം എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അടുത്ത തവണ ആരെയെങ്കിലും വിമർശിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്ന് $5 ബില്ല് പുറത്തെടുത്ത്
ബില്ലിലെ ലിങ്കന്റെ ചിത്രം നോക്കി ചോദിക്കാം, ലിങ്കൺ എങ്ങനെയായിരിക്കും ഈ പ്രശ്നം കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക? മാർക്ക് ട്വെയിൻ ഇടയ്ക്കിടെ കോപാകുലനാവുകയും ബ്രൗൺ നിറമുള്ള പേപ്പറിൽ കത്തുകൾ എഴുതുകയും ചെയ്തു. ഉദാഹരണത്തിന്, ഒരിക്കൽ തനിക്ക് ദേഷ്യമുണ്ടായിരുന്ന ഒരാൾക്ക് അദ്ദേഹം ഇങ്ങനെ എഴുതി: നിങ്ങൾക്കെനിക്ക് തരാനുള്ളത് ഒരു ശവസംസ്കാര അനുമതിയാണ്. മറ്റൊരവസരത്തിൽ തന്റെ സ്പെല്ലിങ്ങും വിരാമചിഹ്നവും മെച്ചപ്പെടുത്താനുള്ള പ്രൂഫ് റീഡറുടെ ശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു എഡിറ്റർക്ക് എഴുതി. ഇനി എന്റെ പകർപ്പനുസരിച്ച് കാര്യങ്ങൾ ഒരുക്കുക. പ്രൂഫ് റീഡർ തന്റെ നിർദ്ദേശങ്ങൾ അവന്റെ ദ്രവിച്ച തലച്ചോറിന്റെ ചവറ്റുകുട്ടയിൽ സൂക്ഷിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വിമർശനാത്മക കത്തുകളുടെ എഴുത്ത് മാർക്ക് ട്വെയിന് ഒരു സമാധാനം നൽകിയിരുന്നു. എന്നാൽ ഈ കത്തുകളൊന്നും ആരും വായിച്ചിരുന്നില്ല. കാരണം മാർക്കിന്റെ ഭാര്യ ഈ മെയിലുകൾ വളരെ രഹസ്യമായി എടുത്തു മാറ്റിയിരുന്നു. അവയൊരിക്കലും അയച്ചിട്ടില്ല. മാറ്റാനും നിയന്ത്രിക്കാനും മെച്ചപ്പെടുത്താനും ആഗ്രഹിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ? നല്ലത് തന്നെ, അത് കൊള്ളാം. ഞാനതിനെ പൂർണ്ണമായും അനുകൂലിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് സ്വയം തിരുത്തിക്കൊണ്ട് ആരംഭിച്ചുകൂടാ? പൂർണ്ണമായും ഒരു സ്വാർത്ഥ കാഴ്ചപ്പാടിൽ മറ്റുള്ളവരെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ വളരെ ലാഭകരമാണ് സ്വയം മെച്ചപ്പെടുന്നത്. അതെ, അപകടവും കുറവാണ്. കൺഫ്യൂഷ്യസ് പറഞ്ഞത്, നിങ്ങളുടെ സ്വന്തം വാതിൽപ്പടി വൃത്തികേടായിരിക്കുമ്പോൾ നിങ്ങളുടെ അയൽക്കാരന്റെ മേൽക്കൂരയിലെ മഞ്ഞ് വീഴ്ചയെക്കുറിച്ച് പരാതിപ്പെടരുത് എന്നാണ്. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ആളുകളെ ആകർഷിക്കാൻ കഠിനമായി ശ്രമിച്ചപ്പോൾ ഞാൻ ഒരു കാലത്ത് അമേരിക്കൻ സാഹിത്യ ചക്രവാളത്തിൽ വിസ്മയം തീർത്ത എഴുത്തുകാരൻ റിച്ചാർഡ് ഹാർഡിംഗ് ഡേവിസിന് ഒരു പൊട്ട കത്തെഴുതി. ഞാൻ എഴുത്തുകാരെക്കുറിച്ച് ഒരു മാഗസിൻ ലേഖനം തയ്യാറാക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് പറയാൻ ഞാൻ ഡേവിസിനോട് ആവശ്യപ്പെട്ടു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എനിക്കൊരു കത്ത് ലഭിച്ചിരുന്നു. താഴെ ഇങ്ങനെ നൊട്ടേഷനുള്ള ഒരെണ്ണം. ഡിക്റ്റേറ്റ് ചെയ്തു, പക്ഷെ വായിച്ചിട്ടില്ല. അതെന്നിൽ വലിയ മതിപ്പുളവാക്കി. എഴുത്തുകാരൻ വളരെ കഴിവും തിരക്കുമുള്ള ആളായിരിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാനാണെങ്കിൽ വലിയ തിരക്കിലായിരുന്നില്ല. പക്ഷെ റിച്ചാർഡ് ഹാർഡിംഗിൽ ഒരു മതിപ്പുണ്ടാക്കാൻ ഞാൻ ഉത്സുകനായിരുന്നു. അതിനാൽ എന്റെ ചെറിയ കുറിപ്പ് അവസാനിപ്പിച്ചു. ഡിക്റ്റേറ്റഡ്, പക്ഷെ വായിച്ചിട്ടില്ല. കത്തിന് ഉത്തരം നൽകാൻ അദ്ദേഹം ഒരിക്കലും താല്പര്യം കാണിച്ചില്ല. ഇതോടൊപ്പം അദ്ദേഹം അതെനിക്ക് തിരികെ നൽകി അതിനടിയിലായി ഇങ്ങനെ എഴുതി: നിങ്ങളുടെ മോശം പെരുമാറ്റം നിങ്ങളുടെ മോശം മര്യാദയേക്കാൾ കൂടരുത്. ശരിയാണ്, ഞാൻ തെറ്റ് ചെയ്തു. ഒരുപക്ഷെ ഈ ശാസനയ്ക്ക് ഞാൻ അർഹനായിരിക്കാം. റിച്ചാർഡിന്റെ മരണവാർത്ത വായിച്ചപ്പോൾ ഞാൻ അതിൽ കടുത്ത ദുഃഖിതനായി. ഹാർഡിംഗ് ഡേവിസ് മരിച്ച് 10 വർഷത്തിന് ശേഷവും എന്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നൊരു ചിന്ത ഇതാണ്: തെറ്റ് സമ്മതിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. അദ്ദേഹം എനിക്ക് തന്ന വേദനയായിരുന്നു അത്. ഞാനും നിങ്ങളും നാളെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അത് കാലങ്ങളോളം തുടർന്നു പോകും. മരണം വരെ അത് തുടരും. വിമർശനങ്ങളുടെ കാഠിന്യം കുറച്ച് കുറഞ്ഞേക്കാം, പക്ഷേ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ആളുകളുമായി ഇടപഴകുമ്പോൾ നമ്മൾ ഇടപെടുന്നത് ജീവികളോടല്ല എന്നോർക്കുക. അതൊരു യുക്തിയാണ്. നാം ഇടപെടുന്നത് വികാരജീവികളോടാണ്. മുൻവിധികളോടുകൂടി അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്ന ജീവികളോട്.